കട്ടപ്പന പച്ചക്കറി പൊതുമാർക്കറ്റിൽ നഗരസഭയുടെ വാഹനം തടഞ്ഞ് വ്യാപാരികൾ. വ്യാപാര സ്ഥാപനങ്ങളുടെ വെളിയിലേക്ക് സാധന സാമഗ്രികൾ ഇറക്കിവെച്ച് വിൽപ്പന നടത്തിയതിനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു ആരോഗ്യ വിഭാഗം. ഇത്തരത്തിൽ പിടികൂടിയ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടെയാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞത്. തർക്കം തുടർന്നതോടെ പോലീസ് എത്തി ക്രമസമാധാനം ഉറപ്പാക്കി. മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെളിയിലേക്ക് ഇറക്കി വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയും കെട്ടിടത്തിന് വെളിയിലേക്ക് ഡെസ്കും അനുബന്ധ സാധനങ്ങളും വെച്ച് വിൽപ്പന നടത്തിയതുമായ വസ്തുക്കളാണ് നഗരസഭാ അധികൃതർ പിടിച്ചെടുത്തത്. തുടർന്ന് ഇവ നഗരസഭാ വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. ഇതോടെയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത്. വണ്ടി കയറ്റിക്കൂ, ഒരു വിഷയമില്ല. വണ്ടി കയറ്റിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വേണ്ട. വ്യാപാര സ്ഥാപനങ്ങളുടെ വെളിയിലേക്ക് ഇറക്കി അനധികൃത വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോയത്. വിഷയത്തിൽ വ്യാപാരികൾ വീണ്ടും ഇതേ പ്രവർത്തനം തുടർന്നാൽ കർശന നടപടിയിലേക്ക് കടക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു. പരാതി രൂക്ഷമായതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കച്ചവടക്കാരൊക്കെ പരാതി രൂക്ഷമായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെതിരെ ഇന്ന് നടപടി സ്വീകരിച്ചു. അനധികൃതമായിട്ട് ഇറക്കി വെച്ചിരുന്ന സാധന സാമഗ്രികൾ നമ്മൾ ഹെൽത്ത് സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റ് ജീവനക്കാർ അത് പിടിച്ചെടുത്തിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് അവരെ ഉപജീവനത്തിന് വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന ഒരു കച്ചവടമൊക്കെ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പിന്നീട് ആ സാധനം വിട്ടുകൊടുത്തു. പക്ഷേ വൈകുന്നേരത്തിനുള്ളിൽ അനധികൃതമായിട്ട് ഇറക്കി വെച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികളെല്ലാം തന്നെ നീക്കം ചെയ്യണമെന്നും അതിലത് ആവർത്തിക്കുകയില്ല എന്നുള്ളൊരു അവരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധന സാമഗ്രികൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ തുടർന്ന് ഇങ്ങനെ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റി കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അവർക്കെതിരെ അച്ചടക്ക നടപടി തുടർന്ന് ഉള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ട് അനധികൃത കച്ചവടം അവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. കൂടാതെ ഇപ്പം വാഹനങ്ങൾ അവിടെ കടന്നു പോകുന്നത് സംബന്ധിച്ചൊരു ആക്ഷേപം അവർ പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് ഇരുകൂട്ടരെയും വ്യാപാര സമിതിയിലെയും ഏകോപന സമിതിയുടെ അംഗങ്ങളെ നേതാക്കന്മാരെ വിളിച്ച് ഒന്നിച്ചു കൂട്ടിയിരുന്ന് ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഞാൻ കൗൺസിലിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതേസമയം ചില രാഷ്ട്രീയ സംഘടനകളെ കൂട്ടുപിടിച്ച പൊതുമാർക്കറ്റിനെ നശിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് നഗരസഭ നടത്തുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. ഈ ചെറിയ സ്ക്വയർ ഫീറ്റിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ അവർക്ക് ഈ പച്ചക്കറി മുതലായ സാധനങ്ങൾ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കുറച്ച് ഏരിയ വേണ്ടിവരും. അത് കൃത്യമായിട്ടും നഗരസഭയെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചില രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ കട്ടപ്പന പൊതു മാർക്കറ്റ് ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമമാണ് കട്ടപ്പന നഗരസഭ എടുക്കുന്നത്. ഈ ധിക്കാരപരമായ തീരുമാനത്തിനോട് വ്യാപാരി വ്യവസായി സമിതി കർശനമായിട്ട് എതിർക്കുമെന്നും ഈ വ്യാപാരികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ നടപടിക്രമങ്ങളുമായിട്ട് ഇനിയും മുമ്പോട്ട് വന്നാൽ ഈ കട്ടപ്പന നഗരസഭയുടെ ഈ തീരുമാനത്തെ വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ട് എതിർക്കുമെന്നും അറിയിക്കുന്നു. ചെറുകിട കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തി വൻകിട സൂപ്പർ മാർക്കറ്റുകളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും വ്യാപാരികൾ ആരോപിച്ചു. ഈ മാർക്കറ്റ് ഓഫ് ചെയ്ത പകുതി പൈസ ഞങ്ങൾ പകുതി മുനിസിപ്പാലിറ്റി കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇവർ ഇതിനകത്ത് മാർക്കറ്റിലേക്ക് വ്യാപാരികൾ വ്യാപാരം ചെയ്യുന്നത് സമ്മതിക്കുന്നില്ല. മുനിസിപ്പാലിറ്റി തികച്ചും ധിക്കാരപരമായ നടപടി. നേരം വെളുത്ത് രാവിലെ മാർക്കറ്റിലേക്ക് വന്നു, വണ്ടിയും കൊണ്ട് വന്നു, വലിയ കാട്ടാളന്മാർ വരുന്ന മാർക്കറ്റിലേക്ക് കയറി സാധനങ്ങൾ മൊത്തം വലിച്ചു വാരി വണ്ടിയെ കയറ്റി വ്യാപാരികളെ വ്യാപാരം ചെയ്യാൻ വ്യാപാരത്തിന് തടസ്സം വരുത്തുന്ന രീതിയാണ് മുനിസിപ്പാലിറ്റി ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു നോട്ടീസോ കാര്യങ്ങൾ പോലും തരാതെ ഞങ്ങളോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള ഏത് കാര്യത്തിനും ഞങ്ങൾ സഹകരിച്ചു പോകുന്ന ആൾക്കാരെ വ്യാപാരികൾ ഞങ്ങൾക്കെതിരായിട്ടാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്നത്. സാധനങ്ങൾ പിടിച്ചുകൊണ്ടുപോയ ലോറി വ്യാപാരികൾ തടഞ്ഞതോടെ പൊതുമാർക്കറ്റിലേക്ക് ഗതാഗതം നിലച്ചു. നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞുവെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് സ്ഥലത്തെത്തി ക്രമസമാധാനം ഉറപ്പാക്കി. തുടർന്ന് നഗരസഭാ സെക്രട്ടറി സ്ഥലത്തെത്തി വ്യാപാരികളും വ്യാപാര സംഘടനകളുമായി ചർച്ച നടത്തി. പിടിച്ചെടുത്ത വസ്തുക്കൾ വിട്ടു നൽകിയ ശേഷമാണ് വാഹനം കടത്തിവിട്ടത്.